സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ആരും പിന്നെ ഉന്നതരും ബാക്കിയുള്ളവരെല്ലാം താഴേക്കിടയുള്ളവരും ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എനിക്ക് എല്ലാ അറിവുമുണ്ട്, ബാക്കിയുള്ളവർ ആർക്കും ഒരു അറിവുമില്ല എന്നുള്ള രീതിയിലാണ് മനുഷ്യന്മാരിവിടെ കാട്ടിക്കൂട്ടുന്നത്. അവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം എന്ന് പറയുന്നത് അവർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് അറിയാത്ത കാര്യങ്ങളാണുള്ളത്. അറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊന്നും ഈ ചെറിയ ബുദ്ധിയിൽ ഈ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും കുറച്ച് വാക്കുകളാ കുറച്ച് അറിവ് ഉണ്ടെങ്കിൽ വിചാരിക്കും ഞാൻ എല്ലാം തികഞ്ഞവനാണ്, ഞാൻ എന്താണ് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ലോകത്തൊന്നുമില്ല, ഞാനാണ് അറിവിന്റെ ഭണ്ഡാരം, സർവജ്ഞ പീഠം കയറി എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സർവജ്ഞ പീഠം കയറിയവനാണ് ഞാൻ കഴിഞ്ഞേ വേറെ ആരുമുള്ളൂ, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന വിഡ്ഢികളായ ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന അഭിമാനിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാവർക്കും ഇതൊരു പാഠമാകണം. നാളെ മരിക്കും, ഇന്ന് മരിക്കും, ചിലപ്പോൾ കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ മരിച്ചായിരിക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നന്മ ചെയ്യുക, നല്ല മനുഷ്യരാകുക. നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ അവർ ആരെയും കുറ്റം കുറവും പറഞ്ഞ് നടക്കില്ല. ഉപദേശിക്കാനുണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത്, അതായത് ജനങ്ങളെ വിളിച്ചുകൂട്ടി നമുക്ക് സംവാദം നടത്താം എന്ന് പറയുന്നവരുണ്ട്. ചില ആൾക്കാർ സംവാദം നടത്താൻ നമുക്ക് വിളിച്ചുകൂട്ടി എന്നിട്ട് ആക്ഷേപിക്കാം. അവിടെ ഇരുന്ന് ഒരുത്തൻ മറ്റവനെ ആക്ഷേപിക്കും, അവനെ ആക്ഷേപിക്കും. ഇതാണ് മനുഷ്യരുടെ. ഇതെവിടെയാണ്, ഏത് സമുദായത്തിലാണ് പറഞ്ഞിട്ടുണ്ട്? ഒരു സമുദായത്തിന് ഇത് അംഗീകാരമുള്ള കാര്യങ്ങളല്ല. സംവാദം നടത്തേണ്ടതെന്ന് പറയുന്നത് അറിവ് ഉള്ളവർ തന്നെയാണ് ഇരുന്ന് അവർ തമ്മിലാണ് സംവാദം നടത്തുന്നത്. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി അത് മാറ്റേണ്ട ചെയ്യുക. അല്ല ജനങ്ങളെ വിളിച്ചിരുത്തിയല്ല അത് ചെയ്യിക്കേണ്ടത്. ജനങ്ങളെ വിളിച്ചിരുത്തി അവൻ മോശക്കാരനാണ്, നമ്മുടെ ആളാണ് ഉയർന്ന, അവൻ്റെ കൂടെയാണ് നമ്മൾ, അതല്ല ശരി. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കണമെന്നും നാടിൻ്റെ നന്മ, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഈ വിദ്വേഷവും വെറുപ്പും മനസ്സിൽ നിന്ന് പകയും ഇല്ലാതാക്കി വർഗീയ ചിന്താഗതികളെ തന്നെ തീരെ ഇല്ലാതാക്കി നമ്മളെല്ലാം മനുഷ്യന്മാരാണെന്നും ആദമിന്റെ സന്തതികളാണെന്നും മനസ്സിലാക്കണം. നമ്മൾ കുറ്റവിചാരണ ചെയ്യേണ്ട, കുറ്റവിചാരണ ചെയ്യുന്ന പടച്ച തമ്പുരാന്ന് ചെയ്തോളും. യൗമുൽ ഹിസാബിൻ്റെ അന്ന്, അതായത് എല്ലാവരുടെയും കണക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിങ്ങൾ അഭിമാനിക്കുന്ന പറയും, അയാൾ അങ്ങ് സ്വർഗത്തിൽ പോകും. ആരും പോവില്ല, അങ്ങനെ സ്വർഗത്തിൽ ആർക്കും പോവില്ല. ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്നവരും പലരും വാതിൽ ഞങ്ങളുടെ ആളാണ് ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്ന സ്വർഗത്തിലേക്കുള്ള, അതെല്ലാം വെറുതെ പറയുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും ഉണ്ടാവില്ല. മനുഷ്യന്റെ നന്മയും തിന്മയും അന്നാണ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ആരുടെ നന്മയാണ് കൂടുതലായിട്ട് ത്രാസിൽ നിൽക്കുന്നത്, ആ ആള് സ്വർഗത്തിൽ പോകും. ആരുടെ തിന്മയാണ് താഴോട്ട് നിൽക്കുന്ന അവൻ നരകത്തിൽ പോകും. അതുകൊണ്ട് ആരെയും വെറുതെ വിടില്ല. എല്ലാവരുടെ ഹിസാബ്, അതായത് കണക്ക് ശരിയായ രീതിയിൽ പരിശോധിച്ചതിന് ശേഷമേ സ്വർഗത്തിലും നരകത്തിലും പ്രവേശനമുള്ളൂ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.